പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറെ ആയിട്ട് കാണുന്നതാണ്. ഇപ്പൊ ആ അച്ചായന്റെ വീഡിയോ ചെയ്ത വിഷയമായി ബന്ധപ്പെട്ടാണ്ട് തൊപ്പിയുടെ കമ്പനി ഉണ്ടല്ലോ അച്ചായന്, ആ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്ട് കുറെ വീഡിയോസുകളായി കാണും. വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി ഒത്തിരി തോന്നി. കാരണം എല്ലാവരും ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ മൊത്തം രണ്ടു വശം അറിയാണ്ട് കുറെ കമന്റുകൾ ഇടുമല്ലോ, റിയാക്ഷൻ ഉണ്ട്. സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് താഴെ തട്ടിന്ന് ഇതുപോലെ തന്നെ കയറി വന്ന ആൾക്കാരാണ്. ഞാൻ അച്ചായെന്ന് മാത്രമല്ല, ഞാൻ നമ്മളെ കണ്ടിട്ട് കടലാണ്. അതെ അതെ. അതില് ഞാൻ ആകെ ചെയ്തേക്കുന്ന വീഡിയോ, ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിക്കില്ല. 11 പേർക്കാണ് ഞാൻ ചാരിറ്റിയുടെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തേക്കണത്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിലൊന്നും വിഷയങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് സത്യത്തിൽ എനിക്ക് സത്യം പറയാലോ, കാരണം വീഡിയോസുകളൊക്കെ ഞാൻ കാണലുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗറാണ് ഈയെന്ന് അറിയാം. 11 പേർക്ക് ചാരിറ്റി വീഡിയോ ചെയ്ത് കൊടുത്തിട്ടേ എന്നെ പലരും എന്നോട് അടുത്തിരിക്കുന്ന പലരും പറഞ്ഞു, മോനെ നാളെ നിനക്ക് ഇതൊരു പ്രശ്നമായിട്ട് വരും. അപ്പൊ എന്താണെന്ന് ഈ പ്രശ്നം ഞാൻ ചിന്തിക്കണില്ല. ഞാൻ ആലോചിക്കുന്നതാണ്, എനിക്ക് അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ആയിരങ്ങളാണ്. ഇപ്പൊ ഞാൻ 2000 കൊടുത്ത് 3000 കൊടുത്ത് മാക്സിമം കൊടുക്കണം 5000 രൂപ. അതിനപ്പുറത്തേക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള വരുമാനം കാരണം നമുക്ക് നമ്മുടെ കുടുംബം കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ആയിരങ്ങളാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എന്നെ കൊണ്ട് 1000 കൊടുക്കാൻ പറ്റുമ്പോൾ എന്റെ ഫോളോവേഴ്സ് ഇതുപോലെ എല്ലാവരും കൊടുക്കുമ്പോ അപ്പൊ ലക്ഷങ്ങളായില്ലേക്കാ. ഈ 11 പേർക്ക് മൊത്തം ഞാൻ വീഡിയോയില് ഒരു 8-9 പേർക്ക് ഓപ്പറേഷനും കാര്യങ്ങളും കഴിഞ്ഞാൽ അവർ ഇപ്പോഴും വിളിക്കാറുണ്ട് എന്നെ. ഈ ശരിക്കും അച്ചായന്റെ കേസിൽ ശരിക്കും ഈ ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതുപോലെ ഞാൻ ചെയ്തു. അപ്പൊ ലാസ്റ്റ് ഒരു വയ്യാതെ ഒരു ചേട്ടൻ കിടപ്പട്ടെ, ആൽബി എന്ന് പറഞ്ഞ ആലപ്പുഴയില്. പുള്ളി വിളിച്ചിട്ട് മോനെ ഒരാളും, അതായത് ഒരു ബ്ലോഗറും പോയി ചെയ്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറയും ഞാൻ വന്നേക്കാന്ന് പറയും പനിയായിട്ട് ഞാൻ പോയി ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് പൈസയും കൊടുത്ത് പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് അച്ചായന്റെ വിഷയം വേണ്ടത്. അച്ചായൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, എനിക്ക് ആളെ പരിചയമില്ല, പേഴ്സണലി ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. മോനെ എന്റെ കൂടെ ഉണ്ടായവര് ഞാൻ ചോദിച്ചാണ്, തൊപ്പി അവരൊക്കെ ഒന്നും വീഡിയോ ചെയ്തു തന്നിട്ടില്ല. അവരൊക്കെ എന്നെ കൈയൊഴിഞ്ഞു പോലെ. എനിക്ക് തൊപ്പി അവരൊന്നും വീഡിയോ ചെയ്തില്ല. ഫസ്മിനില്ലേ അവള് വീഡിയോ ചെയ്തില്ല. അവളൊക്കെ പെങ്ങളെ പോലെ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരനാണ്. ഞാൻ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഞാനും അനിയനും കൂടിയൊക്കെ അങ്ങോട്ട് പോയി. എന്റെ വണ്ടിയിൽ എണ്ണ അടിച്ചോണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആശ്രമം ചെറിയ പോയി. അത് കടലിൽ പോകാൻ നിൽക്കായിരുന്നു വ്ലോഗ് എടുക്കാനായിട്ട്. വായു ഓടിച്ച് കാറ് ഓടിച്ച് എങ്ങനെയൊക്കെ അവിടെ ചെന്ന് എത്തിപ്പെട്ടപ്പോ അവിടെ കുറെ ചിക്കന്മാര് ചേട്ടന്മാര് 3-4 പേരുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചപ്പോ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇയാളെ ഈ അച്ചായ എന്ന് പറഞ്ഞ പുള്ളി എന്നെ തോളത്ത് കെട്ടിപ്പിടിച്ചിരുന്ന് കരയിന് വിട്ടില്ല പറയാ, എടാ എനിക്കിനി എന്റെ കയ്യിൽ 10 പൈസ ഇല്ലടാ, ഞാൻ കടത്തിരിക്കടാ, എന്റെ അമ്മ എനിക്ക് ഇറക്കണോടാ. നിനക്കും പുള്ളി പറയുമ്പോ നമുക്കും ഒരു അമ്മയുള്ളതിലേക്കാ. എനിക്ക് മനസ്സറിയിക്കും സത്യം പറ. എനിക്കൊരാൾ കരഞ്ഞു കാണിച്ചാൽ എനിക്ക് അത്രക്കും എന്താ പറയാ കണ്ണിച്ചോര ഇല്ലാണ്ട് ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ മനസ്സല്ല. സംശയമൊന്നുമില്ല. ഞാൻ ആകെ ശരിക്കും പറഞ്ഞാല് ഇത് കേട്ടപ്പോ എന്റെ കയ്യും കാലം തളർന്നു. എങ്ങനെയെങ്കിലും പുള്ളിക്ക് വീഡിയോ കൊടുത്ത് പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് മാത്രമേ എന്റെ ഉണ്ടായുള്ളൂ. ഞാനങ്ങനെ വീഡിയോ പുള്ളിയുടെ കരഞ്ഞ എന്റെ അമ്മക്ക് കുഴലിട്ടേക്കാണ്. നീ വേണമെങ്കിൽ ഒന്ന് കയറി കാണുന്ന പറഞ്ഞോ, എനിക്ക് വേണ്ട, കാണുമ്പോ പേടിയാണ്. വീഡിയോ കാണുന്നത് എനിക്ക് എന്തോ ഇതാണ് എനിക്ക് അപ്പൊ അവിടുത്തെ ഒരു ചേട്ടന്മാരും 3-4 ചേട്ടന്മാരും ഇതൊക്കെ കാണുന്നുണ്ട്. ഈ അച്ചായക്കാരത് അച്ചായക്കാരനപ്പോ ആൾക്കാരെല്ലാരും നോക്കണം. അവിടെ റോഡിലാണ് പുള്ളി കണ്ടത്, പാർക്കിങ്ങിന്റെ അവിടെ. ഇത്രയും കണ്ടിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പൈസയും കൊടുത്തിട്ട് പോകുന്നത് ആൾക്കാരെന്ത് പറയും? കണ്ണിച്ചോലെ തന്തക്കും എന്റെ അമ്മയ്ക്കും എല്ലാം പറയും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാണ്ട് പോകൂല. അത് വേറെ ആരും ഞാൻ ചെയ്തു കൊടുക്കും. അത് കേട്ടവൾ അച്ചായ കരയിലെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ വെട്ടം നോക്കിയിട്ട് അവിടെ പോയിരുന്ന് വീഡിയോ ചെയ്ത് കൊടുത്ത് പോകുന്നു. പുള്ളിനോട് ഏതോ ദേഷ്യമുള്ള ഒരുത്തൻ എന്ത് ചെയ്ത് പുള്ളി ഇതൊക്കെ കഴിഞ്ഞ് അമ്മനെ ഡിസ്ചാർജ് ഒക്കെ ആക്കിയപ്പോ പുള്ളി ഡിസ്ചാർജ് ആയപ്പോ അമ്മിനി അതിനാൾ ഇങ്ങനെ പ്രായമല്ല. അങ്ങനെ അതുകൊണ്ട് പുള്ളി പെട്ടെന്നൊരു കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ആ വീഡിയോ എടുത്ത് പിന്നെ പുള്ളിയുടെ കൂട്ടുകാരന്റെ BMW ആണ്. അത് പുള്ളിയുടെ വണ്ടിയല്ല, MT എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കൂട്ടുകാരുണ്ടാവും അനന്തു, അവന്റെ വണ്ടിയാണ് ഈ MT. ഈ 2 വീഡിയോ എടുത്തിട്ടപ്പോ ഏതോ ഒരു തന്നെ അതും പുള്ളി വേറെ 2-3 ബ്ലോഗർമാരെ കൊണ്ട് ചെയ്യിച്ചു. വിശ്വാ മ്യൂസിക് ഒക്കെ ഇല്ലേ, പിന്നെ VJ മച്ചാൻ, അവന്മാരൊക്കെ പൈസ പിരിഞ്ഞില്ല. കാരണം അവന്മാരൊക്കെ നെഗറ്റീവിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോ എങ്ങനെ പിരിയും? പുള്ളി അതാ പറഞ്ഞത്. അവരൊക്കെ ചെയ്തു പോലെ ഒന്നും രക്ഷയില്ല, ഒന്നും കിട്ടിയില്ല. ഞാൻ ചെയ്യുമ്പോ എന്തെങ്കിലും ഇതാവുന്നില്ല പുള്ളി എന്നെ വിളിച്ചത്. അത് നമ്മൾ ചെയ്തപ്പോ പുള്ളിക്ക് ചെറിയൊരു രീതി കിട്ടി. ഞാൻ എത്ര രൂപയെന്നോ എന്ന് ചോദിച്ചില്ല. ശരിക്കും അച്ഛന് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ആളാണ്.
പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയൂല. ഞാൻ പുള്ളിയുടെ ആ കരച്ചിലും കാര്യങ്ങളും കണ്ടപ്പോ പോയി ചെയ്തു കൊടുത്താണ്. പിന്നീട് എന്നെ കുറെ പേര് വിളിച്ച് കുറെ ചീത്ത പറഞ്ഞു. എന്നെ സ്നേഹിക്കണവര് പറഞ്ഞു ആടാടാ നിനക്ക് ഇതൊക്കെ ചെയ്യല്ലേ. പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ആണല്ലോ സോഷ്യൽ മീഡിയയില്. പുള്ളിയൊക്കെ പള്ളി കുറെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. നീ എന്തിനാണ് കൊമ്പ ഇതൊക്കെ പോയി താങ്ങണേ? ഞാൻ പറഞ്ഞു പുള്ളിയുടെ ക്യാരക്ടറും കാര്യങ്ങൾ പുള്ളിയിൽ നോക്കിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തല്ലേ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് പുള്ളി എന്തായിക്കോട്ടെ പുള്ളിന് ഉടായിപ്പോ എന്തായിക്കോട്ടെ പുള്ളിനെ ഞാൻ നോക്കിയിട്ട് ചെയ്തല്ല. അമ്മ ചിലപ്പോ ആ മക്കള് എന്തായാലും എങ്ങനെയായാലും പക്ഷെ നമ്മ അമ്മമാരെ നോക്കട്ടെ. എത്രയോ പേര് അമ്മനെ തല്ലി ഇതാക്കിയിട്ടൊക്കെ കിടക്കണം. അപ്പൊ അങ്ങനെ പല ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പൊ അമ്മക്ക് വേണ്ടി ഞാൻ അമ്മയുടെ കാര്യത്തിന് വേണ്ടി ചെയ്തു കൊടുത്താണ്. അതിലിപ്പോ എത്ര എമൗണ്ട് വന്നേക്കണ എന്താന്നുള്ളത് പറഞ്ഞിരുന്ന? ഞാൻ ചോദിക്കാറില്ല. ഞാൻ ഈ ചാരിറ്റി ചെയ്യണ കുറെ കള്ളന്മാരില്ലേ അവന്മാരെ പോലെ ഇത് കൈയിട്ട് വരാനാ ഒന്നിനും പോവാറില്ല. കറക്റ്റ് അതിന്റെ കാര്യം ഒന്ന് ചോദിച്ചാൽ മതിയിരുന്നു. എത്ര രൂപ? ഞാൻ ചോദിക്കാറില്ല. ഞാനൊന്നും ചോദിക്കില്ല. ഞാൻ അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ അവരത് കഴിയുമ്പോ എന്റെ സന്തോഷം അത്ര തന്നെ. പിന്നെ എന്നെ കൊണ്ട് അയാൾ 10,000 2000 കൊടുത്തിട്ട് പോരും. അപ്പൊ ഈ ചിലവന്മാരുണ്ട് ഈ ചാരിറ്റി ഇതിന് വേണ്ടി ബിസിനസ് ആക്കി എടുക്കണം. അവന്മാരങ്ങനല്ല. അവർ അക്കൗണ്ട് പുതിയത് ഉണ്ടാക്കിച്ചിട്ട് ഈ അക്കൗണ്ടിൽ എത്ര രൂപ വന്ന് കണക്ക് എത്ര ബാക്കി പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് തന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണവന്മാരൊക്കെ ഈ സമൂഹത്തുള്ളതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത്. ഞാനിനി ഇപ്പൊ ഇതുകൊണ്ട് ഞാൻ പഠിച്ച പാടമില്ലേ എനിക്ക് അതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് വന്നത്. ഞാനിനി പഠിച്ച പാഠം എന്നെ കൊണ്ടായത് എന്നോട് എല്ലാരും പറയണതാണ്. എന്റെ അച്ഛനായാലും ബാക്കി എല്ലാരും പറഞ്ഞു നിന്നെ കൊണ്ടായത് നീ 1000 2000 നീ കൊടുത്തു. നീ ഒരു വീഡിയോ ചെയ്യാനൊന്നിനും പോരുത്. കാരണം ശരിക്കും എന്റെ ഭാഗം തെറ്റി. എനിക്കിത് കിട്ടണം. ഇനി ഒരു ജെന്യുവൻ കേസ് വന്നപ്പോൾ ഞാൻ ചെയ്യൂക്കാം. ഞാനെന്നല്ല എല്ലാരും ബ്ലോഗർമാരും ചെയ്യൂല. നല്ല ബ്ലോഗർമാരും ചെയ്യൂല. ഇനി ജെന്യുവൻ കേസ് വന്നാൽ പോലും ചെയ്യൂല. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നോണ്ട്. പിന്നെ അയാളുടെ നിയമൊന്നുമല്ല. പുള്ളി ഇനി പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ ആസ്തറിൽ ഇന്റർവ്യൂ ഉണ്ട്. പുള്ളിയുടെ എന്തോ ചെക്ക് എന്തോ വാങ്ങിച്ചു വെച്ചേക്കാണ്. അങ്ങനെ എന്തോ പറയണ്ടേ. ഇത് പുള്ളിനോട് പുള്ളിയുടെ നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ പുള്ളിയോട് വൈരാഗ്യമുള്ളവൻ ചെയ്ത പണിയാ. അപ്പൊ കൂട്ടാന്റെ വണ്ടിയാണ്. അതും പിന്നെ MT ചെയ്തു. അപ്പൊ വീഡിയോ കാണാൻ വിചാരിക്കും ആളുകള് റിച്ച് ആണെന്നുള്ള കണക്കൂട്ടും. അത്ര അതന്നെ സംഭവം. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പുള്ളി അപ്പൊ അങ്ങനെ നിക്കണം. അതനുസരിച്ച് പുള്ളി അങ്ങനത്തെ പണിക്ക് പോകാണ്ട് മര്യാദ. പുള്ളിയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും കൈ കിടന്ന് നടക്കുകയാണ്. നമുക്ക് മരുന്നുണ്ട്. പുള്ളിയുടെ ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മാസം ഒരു 15,000 രൂപ ഒരു ചെപ്പിന്റെ വില. എന്നിട്ട് അതിന്റെ ഇന്റർവ്യൂക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കുറെ പേർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് കുറെ പേർക്ക് കാണാത്തവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുക. എന്നോട് ചോദിച്ചു മോന് പങ്കണ്ടാകുന്നത് നീ എത്ര രൂപ വാങ്ങിയെന്ന്. ഞാൻ നല്ല മറുപടി ഇന്നലെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ 1 രൂപ ഞാൻ വാങ്ങിയെന്ന് പറയണമെങ്കിൽ അതിന് കേസ് കൊടുത്തു. ഞാൻ ഇതൊക്കെ നിർത്തി പോയിക്കോളാം. ആ കേസ് ഞാൻ കൊള്ളാലോ. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ്. പിന്നെ ഒരുത്തം എന്റെ അമ്മക്കൊക്കെ ഇട്ട് വിളിച്ച് അവന് ഞാൻ മേനക്ക് അവന് കമന്റ് ആയിട്ട് എഴുതിയോളൂ. ഞാൻ മേനക്ക് പേഴ്സണലി പോയി കൊടുത്ത് ഇനി ഇതിനില്ലേക്കാ മതിയായി എല്ലാം കൊണ്ടും. നമ്മള് നല്ല രീതിക്ക് നമ്മൾ എല്ലാവർക്കും ഉപകാരം വേണമെന്നുള്ള രീതിയിൽ ചെയ്യണവരെ വേഗം ആൾക്കാർ തട്ടി ഇതാക്കും. ഉടായ്പ് കള്ളന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കും. ഇതിപ്പോ സംഭവം എന്താ വെച്ചാലും ജെന്യുവൻ ആയിട്ടുള്ള കേസ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വരുന്ന ഈ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ട്. എന്റെ അമ്മയുടെ നമുക്ക് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാലേ ഒരാളൊന്ന് കരഞ്ഞു കഴിഞ്ഞാല് എന്റെ അമ്മക്കറിയാം എന്നെ എത്ര പേര് പറ്റിച്ചിട്ടുണ്ടോ എന്തോരം പൈസ എനിക്ക് തരാണെന്നറിയാം. ഞാൻ കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് തന്നെ ധാരാളമാണ്. പിന്നെ അതിന്റെ പുറത്ത് ജോലിക്കും പോകുന്നുണ്ട്. ഈ പ്രോഫിറ്റ് തന്നെ ധാരാളമാണല്ലോ ജീവിക്കാന്. എനിക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ട്. പക്ഷെ ഈ കിട്ടുന്ന പൈസ എന്നില്ലേ ഞാൻ എത്ര പേർക്ക് പൈസ കൊടുത്തു. ഞാനൊരു വീഡിയോ പോലും അവരൊക്കെ ചെയ്യൂല. എന്നെ വിളിക്കാറുണ്ട് മോനെ കൊച്ചിന് ഹോസ്പിറ്റലാണ് വയ്യ പൈസ കൊടുക്കും. അങ്ങനെ ഇങ്ങനെ പൈസ കൊടുക്കും. എന്നാലും ഇവര് തന്നെ വേറെ അടുത്ത ആളെ വിളിച്ചിട്ടുണ്ടാവും. എന്തായാലും എന്റെ കൂടെ കുറച്ചുള്ളവന്മാര് പൈസ വെച്ചിട്ട് കടം കൊടുക്കുമ്പോ ഒന്നും തിരിച്ചു തരൂല. ഞാൻ ഓർക്കണെന്തിനാണ് അവരാവശ്യം നടന്നില്ല എന്നുള്ളത്. ഞാൻ പിന്നെ വിറ്റ് കളയും. എനിക്ക് എന്റെ പ്രായത്തിന് കുറച്ച് ഇതുണ്ട് പ്രശ്നങ്ങളുണ്ട്. വെച്ചാല് കള്ളനാരാണ് ഉടായിപ്പാന്ന് മനസ്സിലാക്കാൻ പറ്റാനില്ല. നമ്മള് വിശ്വസിക്കും. എല്ലാവരെയും കണ്ട് പിണ്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്ത് തലയിൽ കിടക്കും. പിന്നെ അവര് നമുക്കിത് പണിയുന്നില്ല. നമ്മളുടെ കയ്യിൽ ഓരോ തെറ്റുകൾ വരുമ്പോ തന്നെയാണ് പിന്നെ നമ്മളത് ശരികളാക്കി മാറ്റുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവങ്ങളാണല്ലോ. അനുഭവങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് ശരികളെ കണ്ടെത്തി ജീവിച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിന്നിപ്പോ എതിർത്തൊരു വീഡിയോ ഇട്ട്. കാരണം അതിലും എനിക്ക് ധൈര്യത്തോടെ വീഡിയോ ചെയ്യിക്കാം. ഇവരൊക്കെ തന്നെ പലരും എനിക്ക് ചായക്ക് വരെയും കാശ് എന്നിട്ട് ഞാനത് പെട്രോൾ അടിക്കാനും പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ തിരിച്ചു കൊടുത്തു. കാരണം അവരുടെ അവസ്ഥ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യണം. പിന്നെ അവര് നമുക്ക് പൈസ തന്നെ തിരിച്ചു കൊടുത്തോണ്ട് അവരല്ല ഞങ്ങളത് ഒരു വയ്യാത്ത കൊച്ചിന്റെ വീഡിയോ വിളിച്ചത് അവർ നാട്ടുകാരെന്നെ വിളിച്ച്
ഞാൻ പോയി ചെയ്ത് കൊടുത്ത്, വണ്ടിയായിട്ട് പോയി ചെയ്ത് കൊടുത്ത്. എന്നിട്ട് അവിടുത്തെ കൂടുതൽ ചേട്ടനാണ് പറയാം, മോനെ ചായ കുടിക്കാൻ ഈ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് 500 ഉണ്ടെന്ന് പോക്കല്ലി. ഞാൻ ആ പൈസ വിളിച്ച് എനിക്കൊന്നും വേണ്ട, ഞാൻ അതിന് വേണ്ടി ഒന്നുമല്ല, അവരെന്റെ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, അവര് വീഡിയോ കൊണ്ട് എനിക്ക് പൈസ കിട്ടുന്നത്. അങ്ങനെ ഓരോരുത്തർ കാണുന്ന കണ്ടുകണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മ അത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത്. അന്നും ഞാൻ ആ പൈസ വാങ്ങിയില്ല, അതുകൊണ്ട് തന്നെ നല്ല ചങ്ങുറപ്പോടുകൂടി ഞാനൊരു വീഡിയോ ഇട്ടത്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഇനിയിപ്പോ എന്തായാലും കൊമ്പനോട് പറയാനുള്ള എന്തുള്ള അറിയോ, ജനുവൻ കേസിലുണ്ട് എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് വീഡിയോ ചെയ്യണം, അതിൽ പിന്മാറിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരാളെങ്കിൽ ഒരാള് രക്ഷപ്പെടട്ടെ. ഞാൻ എന്നെ കൊണ്ട് ആയ സഹായിക്കോളൂ, ഞാൻ എനിക്ക് വൈകിക്കാം. കാരണം എന്തല്ലോ, ഞാൻ അത്ര അനുഭവിച്ചു, എനിക്ക് താങ്ങാൻ. കാരണം എനിക്ക് എന്ത് ഇങ്ങനെ പറയാ, എന്നെ എല്ലാവരും എന്നോട് പലരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം പോലെ നിനക്ക് നെഗറ്റീവ് വരും. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു മലയാളികൾ എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, നമ്മളൊരു അടിച്ച് താഴ്ത്താൻ വേണ്ടി നിൽക്കാത്തേക്കാണ്. ഒരു തുമ്പും ആരും അറിയാണ്ട് കുറെ കമന്റുകളാണ് വന്നേക്കണത്. മലയാളികളെ മൊത്തത്തില് പറയരുത്, മലയാളികൾ ചില ആളുകൾ അങ്ങനെ ചില ആളുകൾ സപ്പോർട്ട് ചെയ്യണവരുണ്ട്. ഞാനൊരു ഏകദേശം, പക്ഷേ കുറച്ച് പേരെന്ന് പറയുമ്പോ ഒരു 10-100 പേരില് ഒരു 70 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 30 പേര് മനസ്സിലായോ? പക്ഷെ അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൽ നിന്നൊരു പൈസ പകുതി വാങ്ങിയ, അല്ലെങ്കിൽ അതിന്റെ അതിൽ നിന്ന് 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ പറയുന്ന കാര്യമുണ്ട്. നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം അമ്മയെ തച്ചാല് 2 വർഷം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? അറിയാം. അതാണ് നമ്മുടെ നാട്ടിലേതെന്ന് പറയുന്നത്. അതായത് അതിൽ ശരിയും തെറ്റുണ്ടെന്ന് വെച്ചാലും ശരിന്റെ ഭാഗത്ത് നിൽക്കാൻ കുറച്ച് ആളുകളുണ്ടാവും, തെറ്റിന്റെ ഭാഗത്ത് നിൽക്കാൻ ആളുകളുണ്ടാവും. ഇതാണ് നാട് അറിയണത്. പയ്യനെ മറ്റേ വിഷം കൊണ്ട് കൊടുത്ത പെണ്ണിന് സപ്പോർട്ട് ചെയ്യണ വക്കീല്. അതെ, ഇതൊന്നുമല്ല. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി നല്ലൊരു തീരുമാനം എടുത്താണ് മുന്നോട്ട് പോവാൻ. ഞാൻ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ചാറ്റ് വീഡിയോ ഒക്കെ റിയാക്ഷൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ എന്താ അല്ല, ഞാൻ ഈ കോൾ റെക്കോർഡ് പുറത്തുവിടുന്നുള്ളൂ. കാരണം എന്തെങ്കിലും തന്നെ കൊമ്പ് മൊത്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുന്നുണ്ടല്ലോ. എന്റെ അനിയന്മാര് 3 പേരുണ്ടായിരുന്നു ഇവിടെ പോവാനായിട്ട്. അപ്പൊ പുള്ളി കിടന്ന് കരഞ്ഞിട്ട് എന്റെ അനിയന്മാര് രാജനെ പോയി ചെയ്ത് കൊടുത്തേക്ക്, നമ്മൾ നോക്കണ്ട, പുള്ളിയുടെ കരച്ചിലല്ല. പുള്ളിയെ എന്ത് ചെയ്ത് നിക്കാ, പുള്ളിയുടെ വിഷയത്തില് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, തൊപ്പിയുടെ കൂടെ നടന്നുകൊണ്ട് ഒരുപാട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ ആ ഒരു രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അതാണ് 4-5 വ്ളോഗർമാര് പുള്ളിക്ക് വീഡിയോ ചെയ്ത്, ഇതാരണവും മറ്റേ വീഡിയോമേനൊക്കെ അറിയുമല്ലോ. അതെ. അപ്പൊ അവനൊക്കെ ചെയ്തിട്ട് ഒരാൾ പോലും ഗെയിമിംഗ് ആപ്പിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യണോണ്ട് ഒരാൾ പോലും 1 രൂപ പോലും കൊടുത്തില്ല. ഇല്ലല്ലോ. അപ്പൊ പുള്ളി അതും പറഞ്ഞ് കരയാണ് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്റെ ഇതുകൊണ്ട് പുള്ളിയുടെ കരച്ചിന് സങ്കടവും കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വണ്ടിയും എടുത്ത് എന്നെ പഠിച്ചു പോയി ചെയ്തു കൊടുത്ത്. ഇത് പച്ചാനൊരു പാടാണ്. കാരണം കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സഹായിക്കണില്ല, പുറത്തുള്ള ആളുകളാണ് വന്ന് സഹായിച്ചെന്നുള്ളത് അച്ചാനൊരു പാടാണിത്. പുള്ളിക്കാരൻ എന്നിട്ടും പഠിക്കില്ല. പിറ്റേന്ന് തൊപ്പിനോട് വീഡിയോ ഇട്ട് നടന്നത് ഒരാഴ്ച ശേഷം. അയാൾ എന്ത് മനസ്സിലാണെന്നാവും. അയാൾ പറഞ്ഞു, ഇനി എങ്ങനെ ചേട്ടൻ ഈ തൊപ്പിനൊക്കെ ഒന്ന് തലയിലെടുത്ത് വെക്കല്ലേ, കാരണം ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നവരാരൊക്കെ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. അവര് നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് അയാൾക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഈ തൊപ്പിയൊക്കെ ഒന്നും ഒരു വീഡിയോ പോലും ചെയ്തില്ല. അവൻ ചെയ്തെങ്കിൽ പുള്ളി ഇതുപോലെ ആരുടെ അടുത്ത് പോയി ഇറക്കേണ്ടി വരൂലല്ലോ. അതെ, അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലുണ്ട് ഒരു തൊലിക്കട്ടി എനിക്ക് തോന്നുന്നു പുള്ളി ഒരു പൊട്ടനാണ്, അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. കാരണം എന്നിട്ടും ആ തൊപ്പിനെ ബാക്കിയുള്ളവരെ പുള്ളി ഒരുപോലെ സ്നേഹിക്കുന്നത്. അതെ, എന്താ പറയാ, ചില ആളുകൾ അങ്ങനെയാണ്. എനിക്കതല്ല, എത്ര കിട്ടിയാലും പഠിക്കൂല. ഇനിയിപ്പോ ഒരു പാടമായി. അതെ, ശരി. ഓക്കേടാ, ഓക്കെ എന്നാ പിന്നെ വിളിക്കാം. ഓക്കെ എന്നാ, ബൈ.